പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് കൂട്ടുകാർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാമത്തത്, സർ, പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, എല്ലാം മറന്നു പോകുന്നു എന്നൊക്കെയുള്ള പരാതികളാണ് കൂട്ടുകാർക്കുള്ളത്. ഞാനും ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാവാം പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മറന്നു പോകുന്നത് എന്നത്. ഞാനൊരു പുസ്തകം വായിക്കുകയും ആ പുസ്തകത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്തു. ആ പുസ്തകത്തിന്റെ പേരിങ്ങനെയാണ്, റിമെമ്പർ എവറിത്തിങ് വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് അതൊക്കെയും ഓർത്തു വെക്കാൻ ഒരു ടെക്നിക്ക് ഉണ്ട് എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിലൂടെ പറഞ്ഞു വരുന്നത്. ഞാനത് വിശദമായി പഠിക്കുകയും അത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. അതിന്റെ തുടർ ക്ലാസ്സുകളായിരിക്കും വരുന്ന സീരീസിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഓർമ്മ, എന്താണ് മറവി, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, ഓർമ്മ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി നമുക്ക് പറയേണ്ടതുണ്ട്. എന്നാൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാത്രം, അധികം ബോറടിപ്പിക്കാതെ. കാരണം ബോറടിപ്പിച്ചാൽ ഈ പറയുന്നത് പോലും നിങ്ങൾക്ക് ഓർമ്മയില്ലാതാകും. അതുകൊണ്ട് അധികം ബോറടിപ്പിക്കാതെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. പുറമേ നിന്നുള്ള ഒരുപാട് ഇൻഫർമേഷൻസുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. ആ ഇൻഫർമേഷൻ മുഴുവനും നമ്മുടെ മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ തലച്ചോറിലേക്ക് കൊടുത്ത് അത് കോഡ് ചെയ്യുകയും അത് പിന്നീട് റീകോൾ ചെയ്യുമ്പോൾ തിരിച്ചു കിട്ടുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്നത്. ഈ മെമ്മറി 3 തരത്തിലുണ്ട്. ഒന്ന് സെൻസറി മെമ്മറിയാണ്, മറ്റൊന്ന് ഷോർട്ട് ടേം മെമ്മറിയാണ്, മറ്റൊന്ന് ലോങ് ടേം മെമ്മറിയാണ്. സെൻസറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ തൊടുകയോ രുചിക്കുകയോ മണക്കുകയോ അനുഭവിക്കുകയോ ഒക്കെ ചെയ്ത വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാത്രം കിട്ടുന്ന ഓർമ്മകളാണത്. ഉദാഹരണത്തിന്, ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ച ബിരിയാണിയുടെ സ്മെല്ല് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു ചോദിച്ചാൽ ആ മണം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ കഴിയുമെങ്കിലും ആ ഒരു സ്മെല്ല് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇതാണ് സെൻസറി മെമ്മറി, നമ്മൾ അശ്രദ്ധമായി വിട്ടേക്കുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു ഇൻസിഡന്റിൽ നമുക്ക് ലഭിച്ച വാർത്തയോ മറ്റു പ്രാധാന്യമുള്ള കാര്യങ്ങളോ വളരെ കൃത്യമായി ഓർത്തെടുക്കുകയും അത് അരമണിക്കൂറിന് ശേഷവും പ്രകടിപ്പിക്കാനും കഴിയുന്നതിനെയാണ് നമ്മൾ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. എന്നാൽ ഇതേ ഷോർട്ട് ടേം മെമ്മറിയെ ഒരുപാട് ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറി ഇത് കോഡ് ചെയ്യുകയാണ്. അങ്ങനെ കോഡ് ചെയ്യപ്പെട്ട ഇൻഫർമേഷൻസുകളെയാണ് അല്ലെങ്കിൽ ഓർമ്മയെയാണ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഇങ്ങനെ 3 തരം മെമ്മറി മാത്രമാണ് നമുക്കുള്ളത്. ആ മെമ്മറികളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിക്കണം. വളരെ ചുരുങ്ങിയൊരു ഉദാഹരണം പറയാം. അദ്ദേഹം ആ പുസ്തകത്തിൽ തന്നെ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. നമ്മളൊരു ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ കയറുന്നു. ആ സമയത്ത് റേഡിയോയിൽ നിന്ന് അറിയാതെ നമുക്ക് പാട്ട് കേൾക്കാൻ കഴിയും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. കാരണം ഹോട്ടലിൽ കയറിയാലും ബസ്സിൽ കയറിയാലും ഒക്കെ അറിയാത്ത പാട്ടുകൾ അങ്ങനെ ഉണ്ടാകും. അത് നമ്മുടെ സെൻസറി മെമ്മറിയിൽ നിന്ന് ചെറുതായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കും. പക്ഷെ ഏതെങ്കിലും ഒരു പാട്ടിന്റെ വരിയൊക്കെ നമ്മൾ മൂളുകയും ചെയ്യും. പക്ഷെ അതിന്റെ തുടർന്ന് പോകുന്ന ഒരു പ്രശ്നമേ ഇല്ല. കാരണം അതറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു BGM മ്യൂസിക് ഓൺലിയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയും ഭക്ഷണത്തിന് ഓർഡർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഈ റേഡിയോയിലൂടെ ഒരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ഒരു അപകട വാർത്തയാണെന്ന് കരുതിക്കോളൂ. അപകടമില്ലാതിരിക്കട്ടെ, പക്ഷെ ഒരു അപകട വാർത്തയാണെങ്കിൽ നമ്മുടെ മുഴുവൻ സെൻസറും അങ്ങോട്ട് പോവുകയും ആ വാർത്തയിലേക്ക് കാതുകൂർപ്പിച്ചിരിക്കുകയും ചെയ്യും. അതിനർത്ഥം ആ വാർത്ത നമ്മുടെ ഉള്ളിൽ കയറുകയും ആ വാർത്തയെക്കുറിച്ചുള്ള ആദിയും വ്യാധിയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള വ്യഗ്രതയും ഒക്കെയായി നമ്മൾ പിന്നീട് എൻഗേജ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് പ്രിയപ്പെട്ടവരെ വിളിച്ചറിയിക്കുന്നു. വീട്ടിലേക്കാണെങ്കിൽ അങ്ങനെ അറിയിക്കുന്നു. അങ്ങനെ ആ ഒരു വാർത്ത നമ്മുടെ ഓർമ്മകളിലേക്ക് തറച്ചു പോകുന്ന രൂപത്തിലേക്ക് നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ തന്നെ അതുമായി ഇടപഴകുകയാണ് ചെയ്യുന്നത്. തലച്ചോറിന് മനസ്സിലായി ഈ വാർത്ത പ്രധാനമാണ്, അത് ഓർത്തു വെക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുന്നു. ഉടനെ തന്നെ തലച്ചോറ് അത് കോഡ് ചെയ്ത് വെക്കുകയും പിന്നീട് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു തരികയും ചെയ്യുന്നു. അങ്ങനെ വൈകുന്നേരമായി രാത്രിയായിട്ട് വീണ്ടും അതിനെക്കുറിച്ചുള്ള ചർച്ചയാണെങ്കിൽ തലച്ചോറിന് മനസ്സിലായി നിർബന്ധമായും ഇത് ഓർത്തു വെക്കേണ്ട ഒരു വാർത്തയാണ്. കാരണം ഇയാൾ നിരന്തരമായി ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന്. അങ്ങനെ തലച്ചോറ് അത് എൻകോഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ലോങ് ടേം മെമ്മറിയായി മാറുകയാണ് ചെയ്യുന്നത്. ദീർഘനാളത്തേക്ക് അത് ഓർത്തു വെക്കുന്നു. കാരണം 1 മാസം കഴിഞ്ഞാലും 1 വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ അന്ന് നടന്ന ആ അപകട വാർത്തയെക്കുറിച്ച് ചോദിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയുന്നു എന്നാണ്. എന്താ കാരണം? അത് നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു, റീകോൾ ചെയ്തുകൊണ്ടിരുന്നു, പലരോടായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതുപോലെ തന്നെയാണ് വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ചെറിയ ടെക്നിക്കും. മെമ്മറി 3 തരമാണെന്ന് പറഞ്ഞു. സെൻസറി മെമ്മറി നമുക്ക് ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് നമ്മൾ ഉണർത്തി ഷോർട്ട് ടേം മെമ്മറിയാക്കി മാറ്റണം. ടീച്ചർ പറയുന്നൊരു കാര്യം വളരെ കൃത്യമായി ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നൊരു ബോധം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണം. അങ്ങനെ ബോധം ഉണ്ടാകുമ്പോഴാണ് അതൊരു ഷോർട്ട് ടൈം മെമ്മറിയാക്കി മാറ്റുകയും അതിനെക്കുറിച്ച് നമ്മൾ എൻഗേജ് ആവുകയും ചെയ്യുന്നത്. അന്ന് രാത്രി പോയിട്ട് അന്ന് പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി എൻഗേജ് ആയി കഴിഞ്ഞാൽ അത് മെമ്മറിയിൽ കോഡ് ചെയ്യപ്പെടുകയും
പരീക്ഷാ കാലം വരെയെങ്കിലും അത് മറക്കാതെ തുടരുകയും ചെയ്യും. ഇതിന് പല ടെക്നിക്കുകളുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് മറന്നു പോകുന്നത്, എങ്ങനെയാണ് ദീർഘനാള് ഓർത്തു വെക്കേണ്ടത് എന്നൊക്കെയുള്ള പല പരിശീലനങ്ങളും ലോകത്ത് ലഭ്യമാണ്. ചുരുക്കത്തിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എത്രമാത്രമാണ്. 3 തരം മെമ്മറി ഉണ്ട്: സെൻസറി, ഷോർട്ട് ടേം, ലോങ് ടേം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലോങ് ടേമിലേക്ക് വിവരങ്ങൾ മാറ്റിവെക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത്. സെൻസറി നമ്മൾ സാധാരണ ജീവിതത്തിൽ കണ്ടു മറന്നു പോകുന്ന 10,000-കണക്കിന് ഇൻഫർമേഷൻസ് ആണ്. പക്ഷെ അതിനെ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് മാറ്റി അതിനെ ദീർഘകാലത്തേക്ക് ഓർത്തു വെക്കുന്ന പ്രക്രിയയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അഥവാ സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, അതുപോലെ തന്നെ ലോങ് ടേം മെമ്മറി. ഈ മെമ്മറികളെ ബൂസ്റ്റ് ചെയ്യുന്നതിനും ഇത് നിരന്തരമായി പ്രാവർത്തികമാക്കുമ്പോൾ കിട്ടുന്ന ഉപകാരത്തെക്കുറിച്ചും ഈ മെമ്മറി എങ്ങനെ ഉണർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചും ഒക്കെ വിശദമായി നമ്മൾ ഈ സീരീസിലൂടെ സംസാരിച്ചു പോകും. സ്റ്റേ ട്യൂൺഡ്.